എല്ലാവർക്കും നമസ്കാരം. പാതഞ്ജല യോഗ സൂത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഒന്നാമത്തെ പാദത്തിലെ 25-ാം സൂത്രമായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തത്. തത്ര നിരുതിശയം സർവജ്ഞ ബീജം. അതായത് നമ്മള് തത്ര അതാണ് ഈശ്വരനിൽ സർവജ്ഞാനത്തിന്റെ ബീജം നിരുതിശയമായിട്ടുണ്ട്. അതായത് ന്യൂനതകളില്ലാതെ നിലനിൽക്കുന്നു എന്നാ പറഞ്ഞത്. ഈശ്വരൻ എന്ന് പറഞ്ഞാല് നമ്മളിൽ നമ്മളാ ചൈതന്യത്തിലും ആ സർവജ്ഞാനത്തിന്റെ സർവജ്ഞ ബീജം, സർവജ്ഞാനത്തിന്റെ കാരണം, അതിന്റെ ബീജം, വിത്ത് എന്നൊക്കെ പറയാം. ആ കാരണം എന്തുണ്ട്? നമ്മളിൽ നിരതിശയമായിട്ട് നിലനിൽക്കുന്നുണ്ട്, ന്യൂനതകളില്ലാതെ. അതിശയം എന്ന് പറഞ്ഞ ന്യൂനതകൾ എന്ന് ഞാൻ പറഞ്ഞു. അതിന് എക്സാമ്പിളൊക്കെ ഈ സർവജ്ഞതയ്ക്കും അതിനുള്ള എക്സാമ്പിൾ പോലെ പറഞ്ഞത് ഒരു മലയെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. മല എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും പൊടിയായിരുന്നു. അത് പിന്നീട് കാലക്രമേണ കാലത്തിന്റെ മാറ്റങ്ങൾ കാരണം മലയായി രൂപപ്പെടുന്നു. പിന്നീട് അത് പൊടിയാവും. അങ്ങനെ കാലചക്രം ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കാറിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. കാർ എന്തെന്ന് വെച്ചാല്, കാറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാറ് സ്വാഭാവികമായിട്ടും സ്ഥിരമാണ്. കാറ് ചലിക്കുന്നുണ്ടെങ്കിൽ പോലും കാറിലെ ഡ്രൈവർ അവിടെ ചലിക്കാതെ നിൽക്കുന്നുണ്ട്. ഇനി കാറിന്റെ ആ ഡ്രൈവറിലേക്ക് നോക്കുമ്പോൾ സ്റ്റിയറിങ്, അതും ഏത് പാർട്ടാണോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ആ പോയിന്റിലേക്ക് നോക്കുന്നത്, അവിടെ അത് നിശ്ചലമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ചലനാത്മകതയിലും ഒരു നിശ്ചലാവസ്ഥ ഈ പ്രപഞ്ചം മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ആ നിരുതിശയമായിട്ട് നമ്മൾ പറഞ്ഞത്. ആ ന്യൂനതകളില്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റേബിൾനെസ്, ഒരു സ്ഥിരത അവിടെ പ്രകടിതമാവുന്നുണ്ട്. അതിന്റെ ഒരു ഫ്ലോ ഓഫ് എനർജിയാണ് ഈ പ്രപഞ്ചം മൊത്തം എന്നുള്ളതും നമ്മൾ താല്പര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ആ സർവജ്ഞതയാകുന്ന കാരണം അത്യുത്കൃഷ്ടമാണ്, അല്ലെങ്കിൽ ഈശ്വരനുള്ള സർവജ്ഞത നിർദിശയമാണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുത്തത്. ഇനി നമ്മൾ 26-ാമത്തെ സൂത്രമാണ്. സൂത്രം എങ്ങനെയാണ്? സ ഏഷ പൂർവേഷാമഭി ഗുരുഹു കാലേന അനവച്ഛേദാത്. സ ഏഷ പൂർവേഷാമഭി ഗുരുഹു കാലേന അനവച്ഛേദാത്. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ ഈശ്വരന്റെ സ്വരൂപത്തിന്റെ താല്പര്യങ്ങളും അതിൽ ലക്ഷണങ്ങളുമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അതിന്റെ പ്രഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗുരു ആരാണ്? ഗുരു എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇത് സംവദിക്കുന്നത് ഈ സൂത്രം. സ ഏഷ, അതിൽ, അല്ലെങ്കിൽ ആ ചൈതന്യത്തിൽ, ആ ബോധത്തിൽ, അല്ലെങ്കിൽ ആ ഈശ്വരനിൽ എന്ത്? പൂർവേഷാമഭി, പൂർവത്തിൽ ഉണ്ടായിരുന്ന ഗുരുക്കന്മാരെക്കാൾ ഗുരുവായിരുന്നു. പൂർവേഷാമഭി ഗുരു എന്ന് പറഞ്ഞാല് പൂർവേഷാമഭി, പൂർവം എന്ന് പറഞ്ഞാല് മുൻപുണ്ടായിരുന്ന ഗുരുക്കന്മാരെക്കാൾ ഗുരു ആരായിരുന്നു? അതായിരുന്നു എന്നുള്ളതാണ്. ആ ചൈതന്യ സ്വരൂപം തന്നെയായിരുന്നു അത്. കാലേന അനവച്ഛേദാത്, കാലത്താൽ പരിമിതപ്പെടുത്താൻ കഴിയാത്തതാണെന്നുള്ളത്. അപ്പോ അവച്ഛേദം എന്ന് പറഞ്ഞാല് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്, പരിമിതമാക്കുക എന്നുള്ളതാണ്. അനവജ്ഞ പ്ലസ് അച്ഛേദം എന്ന് പറഞ്ഞാല് പരിമിതമാക്കാത്തതിനാൽ, അതിനെ പരിമിതപ്പെടുത്താൻ പറ്റാത്തതിനാൽ, കാലം കൊണ്ട് അതിനെ എന്താ പറയാ, പരിമിതപ്പെടുത്താൻ പറ്റില്ല. കാലാതീതനാണ്, കാലത്തിന്റെ എബവുമാണ് ആ ചൈതന്യം എന്നുള്ളതാണ്. അത് നമ്മള് പുരുഷനും പ്രകൃതിയും ഒക്കെ പറഞ്ഞു, രണ്ടും അനന്തമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരുഷനും പ്രകൃതിയും അനന്തമാണ് എന്ന് നമ്മൾ മുൻപൊരു വിചാരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഗുരു കാലാതീതനാണ്, എല്ലാറ്റിന്റെയും ഗുരു കാലാതീതനാണെന്ന്. കാലം വരുന്നത് സ്പേസ്, മാറ്റർ ആൻഡ് മോഷൻ, ഇങ്ങനെ ടൈം വരിക. കാലം സ്പേസ് പ്ലസ് മാറ്റർ പ്ലസ് മോഷൻ, അതിനാണ് ടൈം എന്നുള്ള
നമ്മൾ പരിഗണിക്കുന്നത്. അപൂർവേ ഹി ഗുരുവഃ കാലേന അവചിത്യന്തി. എന്തുകൊണ്ടെന്നാൽ പൂർവയുള്ള ഗുരുക്കന്മാർ കാലത്തിന്റെ പരിധിക്കുള്ളിലാണ്. ഇത് വളരെ സിമ്പിള്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് എങ്കിലും കൂടിയിട്ട് ഇതിലെ വ്യാസഭാഷ്യങ്ങൾ വളരെ കുറവാണ്. വ്യാസഭാഷം കുറച്ചേ പറയുന്നുള്ളൂ. അപ്പോ ഈ കാലത്തിന്റെ പരിധിക്കുള്ളിലാണ് നമ്മൾ ഈ കാണുന്ന പ്രമാണങ്ങളും എല്ലാം നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഗുരുക്കന്മാര്. പക്ഷെ ഈ പൂർവകന്മാരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഗുരു, ഇപ്പൊ നമ്മൾ ഇതുവരെ പോകിരുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു ആരാണ്? ആ ചൈതന്യ സ്വരൂപമാണെന്നുള്ളതാണ്. എത്ര അവജയത്താർത്ഥേന കാലഹ ന ഉപവർത്തന്തി സ ഏഷാ പൂർവേഷാമഭി ഗുരു. അപ്പോ കാലം കൊണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കാലം കൊണ്ട് പരിമിതമല്ലാത്തതാണ് എത്ര അവജയത്താർത്ഥേന. അതെന്താണ്? കാലം കൊണ്ട് അതിനെ പരിമിതമാക്കുന്നില്ല. കാലഹ എന്താണെന്ന് വെച്ചോ അത് ഉപസ്ഥിതമാക്കാതെ, ഉപവർത്തത എന്ന് പറഞ്ഞാൽ കാലം കൊണ്ട് അതിനെ ഉപസ്ഥിതമാക്കാത്തതാണ്. അതായത് ഗുരുക്കന്മാരുടെ ഗുരു കാലാതീതനാണ്. ഇപ്പൊ കാലം എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു മാമ്പഴം പഴുത്ത് വീഴാണ്. മാമ്പഴം വീഴുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയാ, നമ്മള് കാറ്റ് വരുമ്പോഴാണ് വീഴെന്ന് പറയാം. പക്ഷെ കാറ്റാണോ യഥാർത്ഥത്തിൽ മാമ്പഴത്തെ വീഴ്ത്തിയത്? അത് പഴുത്ത് പാകമാകും ഒരു സമയത്ത് കഴിഞ്ഞാലേ കാറ്റടിച്ച് വീഴുള്ളൂ. അതിന് മുന്നും കാറ്റുണ്ടായിട്ടുണ്ട്, അപ്പൊ മാമ്പഴം വീണിട്ടില്ല. പിന്നെ പറയാണ് മരമാണ് മാമ്പഴത്തെ വീഴ്ത്തി. മരത്തിന് പറയാൻ പറ്റും? ഇല്ല. മരം ഒരു കാലയളവ് വേണം, ഒരു കാലയളവ് വരെ അത് നിലനിൽക്കണം. അത് അതിൻ്റെതായ സമയത്ത് അതിന് പഴുത്ത് പാകമായിട്ട് വീഴാൻ പറ്റും. അപ്പൊ എല്ലാറ്റിനും ഇങ്ങനെ ഒരു പ്രോസസ്സ് കാലങ്ങൾക്കുണ്ട്, കാലത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതിനൊക്കെ എബോവ് ആയിട്ടാണ് ഈ താല്പര്യം നിലനിൽക്കുന്നത്, ഗുരു എന്നുള്ള താല്പര്യം. അപ്പോ ഗുരു എന്നുള്ള താല്പര്യം എന്താ? ഗു എന്ന് പറഞ്ഞാല് ഹൃദയഗുഹരത്തിൽ ഒരു പ്രകാശിക്കുന്നത് എന്നാണ്. ഹൃദയഗുഹരത്തിൽ പ്രകാശിക്കുന്നത് എന്താണോ അതാണ് ഗുരു. ഹൃദയഗേഹത്തിൽ പ്രകാശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ അന്ധകാരത്തെ അകറ്റുന്നതെന്ന് പറയും. പക്ഷെ ഹൃദയഗുഹരത്തിൽ ആരു പ്രകാശിക്കുന്നുണ്ടോ അതാണ് ഗുരു. അപ്പോ യഥാ അസ്യ സർഗസ്യ ആദോ പ്രകർഷഗത്യ സിദ്ധ തഥാ അതിക്രാന്ത സർഗാദിഷു അഭി പ്രത്യോത്തവ്യ. എങ്ങനെയെന്നാൽ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രകർഷഗത്യ സിദ്ധ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ഏറ്റവും പ്രകർഷേണ അതിന്റെ സിദ്ധമായിട്ടുള്ള രൂപത്തിൽ അതിക്രാന്ത സർഗാദിഷു ഒരുപാട് സൃഷ്ടികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലെല്ലാം ഈശ്വരൻ പ്രത്യോത്തവ്യ സ്ഥിതി ചെയ്യുന്നതായിട്ട് അറിയണമെന്ന് പറയും. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണിത്. അതായത് ഈ സൃഷ്ടികൾക്കുള്ളിലും അതിന്റെ ഈ സർവജ്ഞത, ആ സർവജ്ഞാനം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള പറയും ആ താല്പര്യത്തിൽ. ഈ ആന്തരികമായ വെളിച്ചം എന്താണ്? അത് അജ്ഞതയെ അകറ്റും, അല്ലെങ്കിൽ നമ്മളെ ഇഗ്നോറൻസിനെ അകറ്റുന്നതാണ്. എന്താണ് ഈശ്വരന്റെ താല്പര്യം എന്ന് വെച്ചാൽ, ഗുരുവിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അജ്ഞതയെ അകറ്റുന്നതാണ്. ഗുഹരത്തിൽ നിന്നും പ്രകാശിക്കപ്പെടേണ്ടതാണ്, പ്രകാശിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഘയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇങ്ങനെ ഒരു താല്പര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരു അന്ധനാണ്. അപ്പോ അജ്ഞാന തിമിരാന്തസ്യ എന്ന് പറയുമ്പോൾ അജ്ഞാനം മൂലം അന്ധകാരത്തിൽ പെട്ട് കിടക്കണം. തിമിരം എന്ന് പറഞ്ഞാൽ അന്ധകാരം. നമ്മളെ ഒരു രോഗം, നമ്മള് തിമിരത്തെ കാണുന്ന ഒരു രോഗമായിട്ടാണ്, പക്ഷെ അന്ധകാരം. അപ്പോ അജ്ഞാനം മൂലം അന്ധകാരത്തിലായ മനസ്സിന് ജ്ഞാനാഞ്ജന ശലാഘയ, ജ്ഞാനത്തിന്റെ ജ്ഞാനാഞ്ജനം, ജ്ഞാനത്തിന്റെ കൺമഷി കൊണ്ട്, ജ്ഞാനമാകുന്ന അറിവാകുന്ന കൺമഷി കൊണ്ട്, അവിദ്യയാകുന്ന
അന്ധകാരത്തിൽപ്പെട്ട ശിഷ്യന് ജ്ഞാനമാകുന്ന കൺമഷി കൊണ്ട് ശലാഖയാന്ന് പറഞ്ഞാൽ, ശലാഖ എന്ന് പറഞ്ഞാൽ കണ്ണെഴുതുന്ന ആ ടൂൾസ്, എന്താണോ എഴുതുന്ന ടൂൾസ് ആട്ടോ ശലാഖ ടൂൾസ്. ആ ടൂൾസ് കൊണ്ടുവന്ന് ചക്ഷുരുന്മീലിതം, ഉന്മീലിതം എന്ന് പറഞ്ഞാൽ കൺ തുറക്കുക, കണ്ണിന് പ്രകാശിപ്പിക്കുകയാണ്. ആ പ്രകാശിക്കുന്ന ഏന, ഏന ഹൂം, ആരാണോ ആ ഏന, അവന് ഞാൻ എൻ്റെ തസ്മശ്രീ, ആ അദ്ദേഹത്തിന്, എൻ്റെ ആ ഗുരുവിന് എൻ്റെ എല്ലാവിധ നമസ്കാരങ്ങളും. അപ്പോ ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ നമ്മൾ ഈ കണ്ണ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആത്മാവ് ജാഗ്രതയില് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് കണ്ണിലാണെന്നുള്ള, ജാഗ്രതാവസ്ഥയിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് കണ്ണിലൂടെയാണെന്നാണ്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, കണ്ണില് നമ്മള് കണ്ണിപ്പോ ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോ, നല്ല കണ്ണെഴുതിയ കുട്ടിയെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രകാശവത്താണ്, കുറച്ചും കൂടി സൗന്ദര്യം തോന്നും, കുറച്ചും കൂടി അവിടെ ഒരു ചൈതന്യം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ണെഴുതുക എന്ന് വെച്ചാൽ ചെറിയ സിമ്പിൾ പ്രോസസ് ഒന്നും അല്ലല്ലോ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയാണ്, എന്നാലോ പെൺകുട്ടികൾ കണ്ണെഴുതുക വളരെ സിമ്പിൾ ആയിട്ട് അവർ ചെയ്യും. കാരണം കൂടില്ല കുറയില്ല, അവിടെ ഒരു ഫ്ലോ ഉണ്ട്, ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ മാത്രമേ, കാരണം അവിടെ ശ്രദ്ധ വരുന്നുണ്ട്. നമ്മൾ ജീവിതത്തിലൊക്കെ ഈ ഒരു കണ്ണെഴുതുന്ന പോലെ ജീവിതത്തിന്റെ എല്ലാ സമസ്യകളിലേക്കും നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകാൻ പറയണം. എല്ലാറ്റിലും ഒരു അവയർനെസ്, ഒരു ശ്രദ്ധ നമ്മൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഗുരു അതിന് വളരെ ഇന്നർ ഡെപ്ത് ആയിട്ടുള്ള ഒരു ഇന്നർ ഡെപ്ത് ഉള്ള മീനിങ് ആ സാധനത്തിനുണ്ട്. അതായത് പരമമായ യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ച് ഈ ലോകത്തിലൂടെ അജ്ഞാനത്തെ അകറ്റിക്കൊണ്ട് ജ്ഞാനത്തെ ദർശിക്കാൻ ഗുരു നമ്മളെ പ്രാപ്തമാക്കുക എന്നുള്ളത്. അതാണ് ഗുരുവിന്റെ താല്പര്യം. കാരണം മറ്റു പല കാര്യങ്ങളിലും ഉയർന്ന താല്പര്യം ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവജ്ഞതയിൽ അജ്ഞാനത്തിന്റെ താല്പര്യമാണെങ്കിലും, സർവജ്ഞതയിൽ നമ്മൾ എന്താ കണ്ടത്, ആ ഒരു ജ്ഞാനത്തിന്റെ താല്പര്യമായിരുന്നു, ആ ന്യൂനതകളില്ലാത്ത ജ്ഞാനത്തിന്റെ താല്പര്യമായിരുന്നെങ്കിൽ, ഈ ഒരു ഗുരുവിലേക്ക് എത്തുമ്പോൾ കാലം കൊണ്ട് അതിനെ ഗഡിക്കാൻ പറ്റാത്ത രീതിയിൽ പരിമിതമാക്കാത്ത രീതിയിൽ അതായി മാറുകയാണ്. അപ്പൊ അത് ഈ മുഴുവൻ ഗാലക്സികളെയും, ഈ മുഴുവൻ എത്ര ഗാലക്സികളുണ്ടോ അതിനൊക്കെ അത് എന്താ പറയാ, അതിനെ ചൈതന്യവത്താക്കിയിട്ട് ഓർഡർ ആക്കിയിട്ട്, കാരണം ഈ ഭൂമി പ്രപഞ്ചം ഇതൊക്കെ എത്ര ഓർഡർ ആക്കിയിട്ടാണ് ചലിക്കുന്നത്. അപ്പൊ അതിനെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? അപാതലത്തിലാണ് നമ്മൾ ഈ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കൂടി മനസ്സിലാക്കണം. ഈ സൂത്രത്തിലൂടെ ആ രണ്ട് ഡയമെൻഷനും മനസ്സിലാക്കണം. ഗുരു നമ്മളെ ഇന്നറിലെ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അജ്ഞതകളെയും നീക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ഇടപെടുക. അപ്പോ വാചാർത്ഥ്യം ഉണ്ടാവും, ലക്ഷ്യാർത്ഥം ഉണ്ടാവും. ഗുരു വാചാർത്ഥവും പറയും, ലക്ഷ്യാർത്ഥവും പറയും. വാക്കിലൂടെ പറയുന്നത് അതിന്റെ ലക്ഷ്യാർത്ഥത്തെ കേന്ദ്രീകരിച്ചാണ്. കാരണം വാക്കില് നമ്മൾ കുടുങ്ങിപ്പോകരുത്, അതിൽ ലക്ഷ്യമാണ് പ്രാധാന്യം. ഗുരു പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രമാണങ്ങളിലൂടെ, വേദങ്ങളിലൂടെ, ഗുരു പരമ്പരകളിലൂടെ പറയുമ്പോഴൊക്കെ അതിന്റെ വാചാർത്ഥങ്ങളല്ല, നമ്മൾ ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകണം. ഇപ്പോ ചന്ദ്രനിലേക്ക് ചൂണ്ടുന്ന വിരലായിക്കോട്ടെ, ആ ചൂണ്ടുവിരൽ നമ്മൾ പിടിക്കേണ്ടത് ചന്ദ്രനിലേക്കാണെന്ന് പറയാറുണ്ട്. അപ്പോ നമ്മൾ പറയാറുണ്ട് പരമാത്മാ ശൂന്യ എന്ന് പറയും ഗുരു. അപ്പോ നമ്മള് പരമാത്മാവ് ശൂന്യമാണ്, പ്രപഞ്ചം മൊത്തം ശൂന്യമാണ്, അങ്ങനെയല്ല. അത് ശൂന്യമാകുന്ന എന്താണ്? അത് ശൂന്യമാക്കുന്ന താല്പര്യം എന്താണ്? നമ്മളെ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളൊക്കെ നിശേഷം ഇല്ലാതാക്കുന്ന ഒരു പ്യൂറസ്റ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന, നമ്മളെ ചിത്തത്തിനെ പരിശുദ്ധമാക്കി വെക്കുന്ന ഒരു താല്പര്യമാണ്. അവിടെ എന്താണോ ശ്രേഷ്ഠമായ താല്പര്യം, ആ ചിത്തത്തെ പ്യൂരിഫൈഡ് ആക്കുക എന്നുള്ളതാണ്. ചിത്തത്തെ വളരെ നിർമ്മലമാക്കി വെക്കുക എന്നുള്ളത്, ചിത്തവൃത്തിയെ നിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ മാലിനി വിജയം എന്ന് പറഞ്ഞ കൃതിയില് ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, മന്ത്രത്തെ പ്രകാശിപ്പിക്കുന്നത് ആരാണോ അവൻ എനിക്ക് തുല്യനാണെന്ന് പറയുന്നുണ്ട്. ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കും, മന്ത്രത്തിന്റെ അർത്ഥത്തെ
ആരാണോ പ്രകാശിപ്പിക്കുന്നത് അവൻ എനിക്ക് തുല്യനാണ്. അപ്പോ ഈശ്വരന്റെ ശക്തി എന്ന് പറഞ്ഞാല് മഹത്തരമാണ്, അല്ലെങ്കിൽ ഈ ഒരു അറിവ് മഹത്തരമാണ്. അത് ഗുരുവ് ഗുരുവിലൂടെ പറയുമ്പോൾ, ഒരു ജീവാത്മകമായ ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിലൂടെ പറയുമ്പോൾ അത് ആ ഗുരുവിനേക്കാൾ ശക്തമാകും ആ ആശയങ്ങൾക്ക്. ആ ഗുരുവിനേക്കാൾ മഹത്തരമാകും എന്തുണ്ട് ആശയങ്ങൾ കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റാ. കാരണം നമ്മള് ഇതില് പൂർവേഷാമി ഗുരു കാലേന അനവച്ഛേദാന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മള് ഇപ്പോഴത്തെ കാലത്തിനെ എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ ആൾദൈവങ്ങളുടെ പിറകിൽ പോകുന്ന ആളുകളാ. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലോ അതിനെ ഫ്ലക്സ് അടിക്കുക, വലിയ മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ ആയിരിക്കരുത്. നമ്മളെ ഉദ്ദീപിപ്പിക്കേണ്ടത് ആശയങ്ങളായിരിക്കണം. അതിന്റെ ഏറ്റവും കാമ്പുള്ള ടോട്ടല നമ്മളെ എല്ലായ്പ്പോഴും എല്ലാ ആംഗിളിൽ നിന്നും നോക്കിക്കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സർവജ്ഞാനത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ സഫറിങ്സിനെയും നമുക്ക് മറികടക്കാൻ പറ്റുന്ന ആ പ്രകാശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ എന്താണോ നമ്മളെ അറിവില്ലായ്മയെ അതിന് മാറ്റിക്കൊണ്ട് നമ്മളിലേക്ക് കടന്നു പ്രവേശിക്കാൻ പറ്റുന്ന ജ്ഞാനമായിരിക്കണം. അതായത് ഒരു ഒരു മലയുടെ മുകളിലേക്ക് കയറി നമ്മൾ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എല്ലായിടത്തും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു മലയുടെ ഉച്ചയിൽ നിന്നിരുന്നാലോ നമുക്ക് എല്ലാ ഭാഗത്തെയും കാണാൻ പറ്റും. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അറിവിനെ പ്രകാശിപ്പിക്കുന്നതായിരിക്കണം. എല്ലാ ഭാഗത്തു നോക്കുമ്പോഴും അതിനെ അവിടെ വെക്കാൻ പറ്റും. ഒരു അറിവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വെക്കാൻ പറ്റും. ആ തരത്തിലായിരിക്കണം ഗുരു നമ്മളിലെ ചിന്തകളെ, നമ്മളിലെ സിദ്ധാന്തങ്ങളെ, തത്വചിന്തകളെ, മതങ്ങളെ എന്നിവയിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകാതെ നമ്മളെ തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഗുരു ആയി മാറണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ എല്ലാ മുറിവുകളും, നമ്മളെല്ലാ ദുരിതങ്ങളും, നമ്മളെല്ലാ അന്ധകാരങ്ങളെയും, എല്ലാ കോപങ്ങളെയും, വെറുപ്പുകളെയും, മാലിന്യങ്ങളെയും ഒക്കെ നമ്മളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനെ നിശേഷം ഇല്ലാതാക്കി നമ്മളെല്ലാ ഒരു ഭയമില്ലാതെ നമുക്ക് സ്വയം തുറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗുരു മാറ്റാൻ പറ്റും. നമ്മൾ ഒരു തരത്തിൽ വിധിക്കാതെ, എന്നാലോ നമ്മളെ കൃത്യമായിട്ട് എന്താണോ ഗുരു ചെയ്യേണ്ടത് എല്ലാ തടസ്സയും വെട്ടി നീക്കി അവിടെ പ്രകാശം, ഒരു ദീപത്തെ, വെളിച്ചത്തെ നമ്മളിൽ നാട്ടാൻ പറ്റും. നമ്മള് അങ്ങനെ ആ വെളിച്ചം, ഒരു വെളിച്ചം ഒരു വെളിച്ചം ദീപാവലി ഇവിടെ ആഘോഷിക്കാറുണ്ട്. ദീപാവലി എന്താ ചെയ്യുന്നത്? ഒരു വെളിച്ചം അടുത്ത വെളിച്ചത്തിലേക്ക് പകരുകയാണ്. അങ്ങനെ എവിടെയാണോ അന്ധകാരമുള്ളത് അവിടെ ജ്ഞാനത്തിന്റെ വെളിച്ചം കൊടുക്കാൻ കഴിയണം. ഗുരു അങ്ങനെയാണ്. ഗുരു ഒരു വഴികാട്ടിയാണ്. നമ്മളെ യഥാർത്ഥ വഴികളിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലേക്ക്. ഇപ്പോ ഒരു ദിവസം ഒരു കഥ ഉണ്ട്. ഇങ്ങനെയാണ് കഥ. ഇരുട്ടും വെളിച്ചവും. ഇരുട്ട് ചെന്നിട്ട് ബ്രഹ്മാവിനോട് കംപ്ലൈന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ വെളിച്ചം പിന്തുടരുന്നു, നിങ്ങൾ വെളിച്ചത്തിനോട് പറയണം, ഒന്ന് ഒന്ന് പറയണം എന്തുണ്ട്, എന്നെ പിന്തുടരുതെന്ന് വെളിച്ചത്തിനോട് പറയാം. അങ്ങനെ വെളിച്ചത്തെ വിളിച്ചു. എന്താണ് നീ പറയുന്നത്? നീ ഇരുട്ടിനെ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വെളിച്ചം പറയാണ്, എവിടെയാണ് ഇരുട്ട്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എവിടെയാണ് ഇരുട്ട് എന്നാണ് ചോദ്യം. അതുപോലെ ഗുരു നമ്മളെ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും മധ്യത്തിൽ നിൽക്കുകയാണ്. നമ്മളെ അജ്ഞതയുടെയും ജ്ഞാനത്തിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അജ്ഞാനത്തെ എല്ലാത്തേക്കും അവിടെ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കാൻ പറ്റും. അപ്പോ ആരായിരിക്കണം ഗുരു? സെൽഫ് റിയലൈസേഷൻ കിട്ടിയ ആളായിരിക്കണം. ആത്മസാക്ഷാത്കാരം നേടിയ ആളായിരിക്കണം നമ്മളെ ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് നമ്മളെ ഗുരുവായിട്ട് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പാതഞ്ജലി മഹർഷിയെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പരമ്പരയുടെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഗുരു വളരെ ഒതന്റിക് ആയിരിക്കണം. സദ്ഭാസ് എന്നൊക്കെ പറയാറുണ്ട്. അത് എപ്പോഴും അറിവ് പ്രകാശിപ്പിക്കുന്ന ആളായിരിക്കും. ഇപ്പൊ നിങ്ങൾ ജീവാത്മക ഭാവത്തിൽ ഒരു ഗുരു ഇരിക്കുകയാണെങ്കിൽ അയാൾ അടുത്തിരിക്കുമ്പോൾ
അയാൾ അറിവ് കേൾക്കുമ്പോൾ അയാൾ ഓരോ നടത്തും സംസാരങ്ങളും ഓരോ ആക്ടിവിറ്റീസും അയാളിൽ വളരെ അവെയർ ആയിരിക്കും. അയാൾ എന്താണ് ഓരോ ഓരോ ചെയ്തികളും നോക്കുമ്പോൾ നമുക്കറിയാം അയാൾ സമാധിസ്ഥനാണ്. അയാൾ ഓരോ ഓരോ ചെറിയ 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 കാര്യങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യമായിരിക്കും. അല്ലാതെ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മോട് കുറച്ച് എന്താ പറയാ ഡ്രസ്സിങ്ങിലൊക്കെ വന്നിട്ട് നമ്മോട് എന്തെങ്കിലും പറയുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാട് പോവുക, അങ്ങനെയല്ല. ഗുരു നമ്മളെ കൂടെ തന്നെ ആയിരിക്കണം. ഇപ്പോ നമ്മളെ ഗുരുനാഥൻ പറയും ഗുരു മീൻസ് ഹെവി എന്ന് പറയാം. ഒരു അഡ്വൈസർ ഹെവിയാണ്. ജ്ഞാനത്തിന്റെ ഹെവി, ജ്ഞാനം കൊണ്ട് ഹെവി ആയിരിക്കാണ്, ഭാരമാണ്. ആ ഭാരം എന്നുള്ളത് നമ്മളിലെ അജ്ഞാനത്തെ തള്ളിക്കളയാനാ. നമ്മള് ഗുരുവിലേക്ക് ചെല്ലുമ്പോൾ ഗുരു നമ്മളെന്താണോ നമ്മളെ ഉള്ളിലുള്ള നമ്മുടെ സൂക്ഷ്മ ബോധത്തെയാണ് അളക്കുന്നത്, സ്ഥൂല ദേഹത്തെ അല്ല. സ്ഥൂല ദേഹത്തെ അളക്കാനായിട്ട് ഗുരു നിൽക്കൂല. നമ്മൾ സൂക്ഷ്മതയിൽ എന്താണോ പ്രകാശിപ്പിക്കേണ്ടത് അതിനെ പ്രകാശിപ്പിക്കാനായിട്ടാണ് ഗുരു അവിടെ നിൽക്കുന്നത്, ഒരു സ്ഥാനത്ത്. അപ്പൊ നമ്മളിൽ ചെല്ലുമ്പോ തന്നെ നമ്മളിലുള്ള എന്താണോ ഭാസിക്കേണ്ടത് ആ ഭാസിക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത് ഗുരുവിനെ. അപ്പൊ ഗുരു ഒരു വഴികാട്ടിയാണ്. ഹൃദയഗുഹത്തില് ആത്യന്തികമായിട്ടെന്ന് പറയാം, ഗുഹത്തിൽ ഹൃദയഗേഹത്തിൽ പ്രകാശിക്കുന്നതാണ് ഗുരു. അപ്പോ ഇവിടെ പറയുന്നത് വർദ്ധിച്ചു വരുന്ന യോഗാത്മക ഭാവത്തിൽ ആ ഇരുട്ടിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വഴി വിടുകയാണ്. അപ്പോ ജീവാത്മകമായ ഒരു ഗുരുവിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അവരൊക്കെ ഗുരു. ഇപ്പോ ഇവിടെ പറയുന്ന നമ്മള് ജീവാത്മകമായ ഗുരു എന്ന് പറഞ്ഞാല് ചിലപ്പോൾ പ്രമാണങ്ങളെ അധികരിച്ചുകൊണ്ടും ആളുകൾ ഉണ്ടാവും. ആ പ്രമാണങ്ങളെ അധികരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഋഷികേശിലൊക്കെ ഒരുപാട് കാലമായി വർഷങ്ങൾ ഉള്ള ആശ്രമങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും നശിക്കാത്ത ആശ്രമങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആശ്രമങ്ങളുണ്ട് ഋഷികേശിലും മറ്റുള്ള. അപ്പൊ അത് ഗുരു പരമ്പരകളായിട്ട് വന്നതാ. അപ്പൊ പരമ്പരാഗത ഭാഗമായിട്ട് വരുന്ന താല്പര്യങ്ങളുണ്ട്. ആ പരമ്പരാഗതമായിട്ട് വരുന്ന താല്പര്യങ്ങളിലൂടെ അറിവ് പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട്. ആ പ്രകാശിപ്പിക്കപ്പെടുന്നതിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പോകാൻ പറ്റണം. അപ്പോ നമുക്ക് ഈ പ്രമാണങ്ങളിലൂടെ അല്ലെങ്കിൽ വേദത്തിലൂടെ നമ്മൾ എന്താണോ എടുക്കേണ്ടത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രകാശിപ്പിക്കാൻ പറ്റണം എന്നുള്ളത്, നമ്മളെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ പിന്നെന്താ പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു ജീവൻ മുക്താവസ്ഥയിലേക്ക് നേടിയ ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തണം. പിന്നെ നമ്മൾ സറണ്ടർ ആവാൻ വേണ്ടി വരും, സമർപ്പണം വേണ്ടി വരും. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ പറയാറുണ്ട്, തൻ മൻ ധൻ. തൻ മൻ ധൻ എന്ന് പറയാം. നമ്മളെ ശരീരം നൽകണം, നമ്മളെ മനസ്സ് നൽകണം, നമ്മളുള്ള ധനം നൽകണം, നമ്മൾ എന്താണോ അർത്ഥം ഉണ്ടാക്കുന്നത് അതും നൽകണം. തൻ മൻ ധൻ ഇത് നൽകാൻ പറ്റണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സറണ്ടറിങ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി കളിക്കാണ്. കുട്ടി കളിക്കുമ്പോ അമ്മ ശ്രദ്ധിക്കൂല, ഇല്ലല്ലോ. കുട്ടി കളി നിർത്തിയിട്ട് കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയത് കരയും, അപ്പോഴാണ് അമ്മ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേർ ദർ ഇസ് എ ഡിമാൻഡ് ദർ ഇസ് എ സപ്ലൈ എന്നാണ്. എവിടെയാണോ ആവശ്യമുള്ളത് അവിടെയാണ് ഇതിന്റെ വിതരണം നടക്കുള്ളൂ. അല്ലാതെ എല്ലായ്പ്പോഴും ഒന്നും നടക്കണമെന്നില്ല. അപ്പോ നമുക്കൊരു ഗുരു ആവശ്യമാണ്. ആ ഗുരുവിലൂടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേടിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ സമർപ്പിതമാകേണ്ടതുണ്ട്. അതാണ് യോഗയുടെ ലക്ഷ്യം. അപ്പൊ അതിനുള്ള വിവിധ തലങ്ങളാണ് പാതഞ്ജല യോഗ സൂത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോ ദ്രൗപദി, ഓ ദ്വാരകാധീഷ്,
എന്നുള്ള വിളിച്ചത്. അത് തന്റെ വസ്ത്രം ഇങ്ങനെ മൊത്തം അഴിഞ്ഞു പോവുകയാണ്. അപ്പോ തന്റെ ഗുരുവായിട്ട് കൃഷ്ണനെ അവിടെ വിളിക്കാണ്, ഹൃദയത്തിൽ തൊട്ട് വിളിക്കാണ്. അപ്പോഴാണ് കൃഷ്ണൻ അവിടെ വരുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. ഓ ദ്വാരകാധീശ് എന്നൊക്കെ വിളിച്ചു. അപ്പൊ ആ തരത്തിലാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ്, മനുഷ്യ പ്രമാണങ്ങള്, മനുഷ്യന്റെ കണ്ടെത്തലുകളും ഒക്കെ കുറെയൊക്കെ കാലത്തിനനുസരിച്ച് തടസ്സപ്പെടുന്നു. പക്ഷേ ഏറ്റവും ഏറ്റവും ഷാർപ്പായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ സ്റ്റേബിൾനെസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശാശ്വതവും നിത്യവുമായിരിക്കുന്നു. അപ്പൊ അതാണ് ഈ പുരാതന പൂർവ ഗുരുക്കന്മാരുടെ ഗുരു പോലും ഉപദേഷ്ടാവായിട്ട് ഇവിടെ ഈശ്വരനെ, ദൈവത്തെ, ആ ബോധത്തെ, അത് കാലം കൊണ്ട് കാലാതീതനായിട്ട് നമ്മൾ പറയുന്നത്, കാലത്താൽ ബന്ധിതമല്ലാത്തത് കൊണ്ട്, അതിന് ഭൂതഭാവി വർത്തമാനങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണ്, ഇപ്പൊ പ്രാചീന ഗുരുക്കന്മാരുടെ കപിലൻ, പതഞ്ജലി ഗുരുക്കന്മാരുണ്ട്. അതുകൊണ്ട് കാലത്തിന്റെ പരിധിയിൽ പെടാത്തത് ഈശ്വരനാണെന്നാണ്. പൂർവ്വ ഗുരുക്കന്മാരുടെയും ഗുരുവായിരിക്കും. ഈ ഇതെന്താണ്, കാലപരിധിയിൽപ്പെടുന്ന ഗുരുക്കന്മാരാൽ ഗണിക്കപ്പെടുന്നതല്ല. അപ്പൊ അങ്ങനെയാണ് കാലത്താൽ നിലനിൽക്കുന്ന ഈ താല്പര്യത്തിൽ ഒതുങ്ങുന്നതല്ല ഈ കാലാതിർത്തിയായ ഈശ്വരൻ എന്നുള്ളതാണ്. ഞാൻ ഗുരു നിത്യചൈതന്യതി എന്താന്ന് പറയുന്നത് നോക്കാം. ഇപ്പോ നമ്മുടെ ശരീരത്തിന്റെ, ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരം പഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു ഘടനയുണ്ട്. ഓരോ ക്രിയ ചെയ്യുമ്പോഴും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന്റെ ഒരു ഭാഗം പ്രവർത്തിച്ചാൽ അതുകൊണ്ട് മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലെ ഒരു വ്യക്തികളുടെ ഉള്ളില് എണ്ണമറ്റ ക്രിയകൾ നടക്കുന്നു. അപ്പോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗാലക്സിയിലും ഒരു പ്രവർത്തനം ഉണ്ട്, നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിലും പ്രവർത്തനങ്ങളുണ്ട്. ഇതോരോ കാലത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഓരോ വ്യക്തിയിലും നാം പ്രതികരണങ്ങൾ അനുസരിച്ച് കുറെയെല്ലാം സ്വച്ഛയാൽ നടക്കും, പരപ്രേരണ കൊണ്ട് നടക്കുന്നതാണ്. ഈ ശരീരത്തിന്റെ അടിസ്ഥാന ഘടന എന്തെങ്കിലും ഒരു ഭൂതത്തെ ചെന്നാൽ ഓരോ പരമാണുവോളം എത്തുന്നു. ആ പരമാണു ദിഷ്ടിച്ച് ഗോചരമല്ലെങ്കിലും അതിന്റെ മധ്യഗത ഉണ്ട്. അതായത് ഇപ്പോ നമ്മൾ എത്ര അന്വേഷിച്ച് പോയി കഴിഞ്ഞാലും അതിനൊരു കേന്ദ്രീകൃത ഭാവമുണ്ടാവും, അതിന്റെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കാറിന്റെ ഉദാഹരണം പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളെ ശരീരത്തിനും നമ്മളൊരു കാറിൽ ഇങ്ങനെ പോവാണ്. ഇപ്പൊ നമുക്ക് റോഡിന്റെ സൈഡിൽ എഴുതിയ ഒരു ബാനർ നമുക്ക് നോക്കാൻ കഴിയില്ലല്ലോ. കാറ് കുറെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ വളരെ വേഗതയിലാണ് ആ കാറ് പോകുന്നതെങ്കിൽ നമുക്ക് ആ റോഡിൽ എഴുതിയ ആ ഫ്ലക്സ് ബോർഡ് ഒന്നും നോക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ എവിടെയാണോ വൈബ്രേഷൻ സംഭവിക്കുന്നത്, ചലനം സംഭവിക്കുന്നത്, ഭ്രമം സംഭവിക്കുന്നത്, ചലനാത്മകം സംഭവിക്കുന്നത്, അവിടെ സ്ഥിരത ഉണ്ടാവില്ല, അവിടെ ഏകാഗ്രത ഉണ്ടാവും, അവിടെ ധ്യാനം ഉണ്ടാവും, അവിടെ സമാധി ഉണ്ടാവും. അതാണ്. അപ്പൊ ഓരോ പരമാണുവിലും ഓരോ ആറ്റത്തിലും അതിൻ്റെ ഒരു സ്ഥിരത അതിനുണ്ട് എന്നുള്ളത്. അത് ചലനാത്മകതയിലും ഒരു സ്ഥിരത കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ നമ്മള് കുടുംബം നോക്കുക, ഇവിടെ പറയുന്നുണ്ട് കുടുംബം എന്ന് വെക്കുമ്പോ അവിടെ ഒരു ഗൃഹനാഥൻ പോലെ ആ കുടുംബത്തിൽ വ്യത്യസ്ത ആളുകൾ ഉണ്ടെങ്കിലും അതിനെ നിലനിർത്തുന്ന ഒരു ഘടകം പോലെ നമ്മുടെ ശരീരത്തിനും ഈ പ്രപഞ്ചത്തിനും എല്ലാം ഒരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം എപ്പോഴും സ്ഥിരമായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളത്. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അതിന്റെ ഒരു ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്ലോ ആണ് അതിന്റെ സൗന്ദര്യത്തിന് കാരണം. ആ ഫ്ലോയിൽ തന്നെയാണ്
അതിന്റെ സൗന്ദര്യവും. ജീവിതത്തിന്റെ സൗന്ദര്യം ജീവിതത്തിൽ തന്നെയാണ്. അപ്പൊ ആ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ അതിന്റെ സ്റ്റേബിളിൽ നിന്നുകൊണ്ട് കാണാൻ ശ്രമിക്കുക കൂടിയാണ്. അപ്പോ നമ്മളിലുള്ള ആ സ്ഥിരതയാണ് എല്ലാ ഏകാഗ്രതയിലേക്കും, എല്ലാ ധ്യാനത്തിലേക്കും, സമാധിയിലേക്കും നമ്മളെ നയിക്കുന്നത്. ഇപ്പൊ നമ്മള് വളരെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കണം. ചില ആളുകൾ വെള്ളം കുടിക്കുക, എന്നിട്ട് ഒഴിച്ചിട്ടാ കുടിക്കുക. അപ്പൊ ഈ ഒഴിച്ച് വെള്ളം കുടിക്കുമ്പോൾ അവര് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കഴുത്തിലേക്കാണ്. വെള്ളം അങ്ങനെ വീഴുന്ന കഴുത്തിലേക്ക് ശ്രദ്ധിക്കുക. പക്ഷെ എവിടെയാണ് ആ ഒഴുക്കുന്ന കൈയിന്റെ ചലനം തെറ്റിക്കഴിഞ്ഞാൽ മൂക്കിലേക്കോ സൈഡിലേക്കൊക്കെ പോകും. പക്ഷെ എന്നാലും ഈ രണ്ടിലും ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ്. കഴുത്തിലും ശ്രദ്ധയുണ്ട്, ഒഴുക്കുന്ന അതിലും ശ്രദ്ധയുണ്ട്. എന്നാലോ ഏതെങ്കിലും ഒന്നിൽ മാത്രമല്ല ഫോക്കസിങ്. ഒരു ടോട്ടാലിറ്റി അവിടെ നടക്കുന്നുണ്ട്. ആ ടോട്ടാലിറ്റിയിൽ നമ്മളെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ണെഴുതുന്നത് പോലെ പറയുന്നത് പോലെ. അപ്പോ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നതിലും ഒരു ശ്രദ്ധയുണ്ട്, നമ്മളിലും ഒരു ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധ നിൽക്കുന്നത് നമ്മുടെ ഹൃദയ ഗുഹരത്തിലാണ്, നമ്മുടെ ഹൃദയ ഗേഹത്തിലാണ്, ഹൃദയ പുണ്ടരീകത്തിലാണെന്ന്. ആ പുണ്ടരീകം ആ ഹൃദയത്തിൽ അത് പ്രകാശിതമാക്കുക എന്നുള്ളത്. ആ പ്രകാശിതമാക്കുമ്പോഴാണ് അത് രാഗതാള ലയങ്ങളായിട്ടൊക്കെ മാറുന്നത്. അതില് അത് മുഖാന്തരമാണ് ഈ 5 തന്മാത്രകളും പരിപോഷിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് ശബ്ദ, സ്പർശ, രസരൂപ ഗന്ധങ്ങളൊക്കെ പരിപോഷിക്കപ്പെടുന്നതും അതിന് കൃത്യമായ അളവിൽ അതിനെ ഡീൽ ചെയ്യുന്നതും ആ ഹൃദയത്തിന്റെ താല്പര്യമാണ്. ഹൃദയത്തിലൂടെയാണ് അതിന്റെ താല്പര്യം. അത് ബുദ്ധി, അഹങ്കാരം, ചിത്തം, നമ്മുടെ ബുദ്ധി, അഹങ്കാരം, ചിത്തത്തിലൂടെ നമ്മളെ പുറത്തേക്ക് ഗമിക്കുന്നതും അത് അതിന്റെ ശരിയായ രീതിയിൽ അതിന്റെ കർമ്മങ്ങളെ നിർവഹിക്കുന്നതും അതാണെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ തെറ്റായ കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ, ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് തെറ്റായ ഇഗ്നോറൻസിലേക്ക് ചെന്ന് പതിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇഗ്നോറൻസിലേക്ക് ചെന്ന് പതിക്കാതെ അതിനെ കൃത്യമായ ഒരു നോളേജിലേക്ക്, ശരിയായ ഒരു ധാരയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗുരുവിന്റെ താല്പര്യം. അതാണ് നമ്മളെ പ്രകാശത്തിന്റെ താല്പര്യം. അതാണ് തന്നെയാണ് ഓരോ ജീവാത്മകമായ ഗുരുവിന്റെയും താല്പര്യം. അപ്പോ ശിഷ്യനെ സമാധിസ്ഥനാക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ ലക്ഷ്യം. അപ്പോ ആ ഗുരു എന്തായിരിക്കണം? സെൽഫ് റിയലൈസേഷൻ നേടിയ ആളായിരിക്കണം, ആത്മസാക്ഷാത്കാരം നേടിയ ആരായിരിക്കണം, ജീവമുക്തനായിരിക്കണം. അപ്പോ ഈ ജീവമുക്തനാണ് എന്തെല്ലാം പറ്റുള്ളൂ, വേറൊരു ആളുടെ സൂക്ഷ്മബോധത്തെ കൃത്യമായിട്ട് അയാളെ എന്ത് താല്പര്യത്തിന്, എന്ത് ലക്ഷ്യത്തിലാണ് അയാള് ആ വാച്യാർത്ഥത്തെ അല്ലാതെ ആ ലക്ഷ്യാർത്ഥത്തെ എന്ത് ചെയ്യാൻ, അയാളെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് എത്തിക്കുകയാണ്. അയാൾക്ക് എന്താണ് താല്പര്യം അതിലേക്ക് എത്തിക്കുകയാണ്. അത് എന്താ പറയാ, മന്ത്രങ്ങൾ കൊണ്ടും മുദ്രകൾ കൊണ്ടും ഗുരു സ്വാധീനം ചെലുത്തും. മന്ത്രങ്ങൾ കൊണ്ടും മുദ്ര കൊണ്ടും ഗുരു ശിഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നുള്ള. അങ്ങനെയാണ് അത് നടക്കുന്നത്. അപ്പോ അതാണ്. അപ്പൊ നമ്മള് ഈ ശിഷ്യന്മാര്, പ്രധാനപ്പെട്ട ശിഷ്യന്മാരൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പൊ ബുദ്ധന്റെ ശിഷ്യന്മാരായിരിക്കുന്നു മഹാകശ്യപൻ, സാരിപുത്തൻ, ആനന്ദൻ, സുബൂതി, ഇങ്ങനെ വളരെ കുറഞ്ഞ ശിഷ്യന്മാർ. അവരാണ് പിന്നെ ആ പരമ്പരയെ നിലനിർത്തി ഇന്ന് കാണുന്ന ബുദ്ധിസത്തിന്റെ താല്പര്യത്തിലേക്കൊക്കെ പോയത്. അപ്പോ ഇങ്ങനെ വളരെ കുറഞ്ഞ ഉണ്ടാവുള്ളൂ. കാരണം ഇതിന്റെ ആ പരമ്പര നിലനിർത്താൻ പറ്റും. പക്ഷെ സമാധി സമാധി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ രമണ മഹർഷി ഒരുപാട് പേർക്ക് സമാധി നൽകിയെന്നാണ് പറയുന്നത്. അപ്പോ ആ തരത്തിലൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ ശിഷ്യൻ ചെല്ലുമ്പോ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇപ്പോ മിലരേപ്പ ചെല്ലുമ്പോ, മാർപ്പയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോ ഒരുപാട് ഡാർക്ക് സൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡാർക്ക് സൈഡിനെ, ആ കർമ്മങ്ങളെ റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്തിട്ടാണ് മിലരേപ്പയെ തന്റെ ആ ഒരു
പരമ്പരയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അങ്ങനെ ഓരോരുത്തരുണ്ട്, ഓരോ ഓരോ വ്യക്തികളും കടന്നു വരുന്നത് ആ തരത്തിലാണെന്നുള്ള. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഈ ഭൂമണ്ഡലത്തെ ഒന്നാകെ എടുക്കുമ്പോൾ മനുഷ്യർ മാത്രമല്ല കടലിലെ ജീവികളും കരക്കുള്ളവയും ആകാശത്ത് പറക്കുന്ന നടക്കുന്ന എല്ലാം ഈ സൗരോർജത്തെയും ഈ മണ്ണിനെയും ഈ മണ്ണിനെയും ജലത്തെയും വായുവിനെയും ഒക്കെ ആശ്രയിച്ചിരുന്നുകൊണ്ട് ഈ ഭൂഗോളത്തിലെ ജീവിതം ക്ഷേമകരമായിരിക്കുന്നതിന് ഭൂലോകവാസി ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ നമ്മളൊരു ഈ ഇതിനൊക്കെ താല്പര്യം എന്താണ്? നമ്മളിൽ സദ്ഭാവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ താല്പര്യം എന്താണ്? ഈ ഭൂലോകത്തിലൂടെ എല്ലാറ്റിലേക്കും നമ്മളെ കാരുണ്യത്തെയും സ്നേഹത്തെയും സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ്. എല്ലാറ്റിനും എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് തിരിച്ചറിയാൻ കൂടിയാണെന്നുള്ളതാണ് ഇതിന്റെ പരമമായ നമ്മളെ യമത്തിലൊക്കെ അഹിംസ പരമോധർമ്മ അതൊക്കെ പഠിക്കാൻ പോവാണ്. അപ്പോ ഈ ലോകത്തില് എല്ലാറ്റിനും ജീവിക്കാനുള്ള ഓരോ ജീവിയും അദ്ദേഹത്തിന് ഒരു തരത്തിലും കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, സുഖമാണ് ആഗ്രഹിക്കുന്നത്, സമാധാനം ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ തരത്തിലേക്ക് ഒരു ഗുരു മാറുക എന്നുള്ളതാണ് ഗുരുവിന്റെ താല്പര്യം. ഏറ്റവും ആഴങ്ങളിൽ കാനഡത്തിന്റെ ഏറ്റവും ഉയർന്ന മാനങ്ങളിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഒരു ഗുരു മാറുക എന്നുള്ളതാണ്. താൽക്കാലികമായ ഒരു താല്പര്യമില്ല, എല്ലാ ജീവികളിലേക്കും അതിന്റെ ക്ഷേമത്തിലേക്കും ഒരു